ഹായ്, നമസ്കാരം. നമ്മള് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യമാണ് പറയാനുള്ളത്. മറ്റൊന്നുമല്ല, രേണു സുധി, അതുപോലെ തന്നെ കിച്ചു സുധി, ഇവർ രണ്ടാളെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇവർ തന്നെയാണ് തരംഗം ഇപ്പൊ. പക്ഷെ ഇപ്പോ ഫോളോവേഴ്സിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് മൊത്തത്തിൽ. കാരണം എന്നേ ഉള്ളൂ, അവർക്ക് വീട് കിട്ടിയതും അല്ലാതെ മറ്റ് ഗുണങ്ങൾ കിട്ടിയതൊക്കെ സുധിയേട്ടൻ മരണപ്പെട്ടതിന് ശേഷമാണ്. സുധിയേട്ടൻ മരണപ്പെട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവരെ ആരും അറിയാൻ പോകുന്നില്ല, അവരുടെ അവസ്ഥകളും ആരും അറിയാൻ പോകുന്നില്ല. ഓക്കെ, ഇവരെ സഹായിച്ചു, ജനങ്ങളെല്ലാവരും കൂടി സഹായിച്ചു. അതിന് ഒരച്ഛൻ മുൻ മുൻകൈ എടുത്ത് സ്ഥലം കൊടുത്തു. അതിനുശേഷം ഒരുപാട് ആൾക്കാർ, ഫിറോസ് ഖാനെ പോലെ ഒരുപാട് ആൾക്കാർ ഫണ്ടും അതുപോലെ തന്നെ ഫണ്ടില്ലാത്തവര് നേരിട്ടെത്തി അവരെ കൊണ്ട് ശരീരം കൊണ്ടും അധ്വാനിച്ചൊക്കെയാണ് ആ വീടുണ്ടാക്കിയത്. ഇപ്പൊ എനിക്കൊരു കാര്യം പറയാന്ന് വെച്ചാൽ, ഇവർ രണ്ടാളും നല്ല രൂപത്തില് യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് നന്നായിട്ട് നീങ്ങുന്നുണ്ട്. പക്ഷെ ആൾക്കാർ തിരിച്ചറിഞ്ഞു എന്താന്ന് വെച്ചാല് മറ്റൊന്നുമല്ല, ഇവര് ചെയ്യുന്ന എന്താണ് എങ്ങനെയാണെന്ന കാര്യം ആൾക്കാർ തിരിച്ചറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുക. ഒന്ന്, കിച്ചു കഷ്ടപ്പെട്ട് പച്ചയൊക്കെ കുത്തിയുണ്ടായിരുന്നല്ലോ സുധിയേട്ടന്റെ മുഖം, ആ പേര് ജനങ്ങൾ മറക്കും. മറ്റൊരു കാര്യം, അവരുടെ വീട് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ വളരെ നിസ്സാരമായ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ വീഡിയോസ് മുഴുവനായിട്ടൊന്ന് റിമൂവ് ചെയ്യുക. അച്ഛനെ കുറിച്ച് പറയുന്ന വീഡിയോസ് മുഴുവനൊന്ന് റിമൂവ് ചെയ്യുക. അത് കൂട്ടുകാരോടും സംസാരിക്കുക. ഓക്കെ, നിങ്ങളെ മുന്നിലും പിന്നിലും ഒക്കെ നടക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, അവരും കാരണമായിട്ട് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. കാരണം നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് അതിൽ യാതൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറയുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം, സാധാ ജനങ്ങൾക്കറിയാം, ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ പച്ചവെള്ളം കൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയാം. ഇനി അതും കൂടി ഇല്ലാതെ വെറുതെ ജീവിക്കുന്ന ആൾക്കാർക്കും അറിയാം ഒരു വീട് ഉണ്ടാക്കാൻ, വീട് കിട്ടാൻ എത്രമാത്രം കഷ്ടപ്പാടെന്നുള്ള കാര്യം. അത് നിങ്ങളെ കയ്യിലേക്ക് എത്തി ആ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങളെ പിന്നെ ജനങ്ങൾ ഓർക്കില്ല. നിങ്ങൾ ഓർക്കാനുള്ള ഒരേ ഒരു കാരണം നിങ്ങളുടെ പേരിന്റെ വാലറ്റത്തുള്ള സുധിയാണ്. ഓക്കെ, അത് മറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളില്ല. അത്രേ ഉള്ളൂ. നിങ്ങളില്ല മീൻസ് നിങ്ങൾ ഫ്രെയിമിലേ ഉണ്ടാവില്ല, നിങ്ങളെ സൈഡാക്കും. ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിയാലോ. അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് അറിയാലോ. എത്ര ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മുന്നില് ഇപ്പോ പച്ച വീട്ടിൽ പ്രശ്നേഷ് കേട്ടിണ്ടാവുമല്ലോ അല്ലെ. പുള്ളിക്കാരന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു, പക്ഷെ അവസാനം ഇങ്ങോട്ടേക്ക് പോയി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വീട് കാത്തുകൊള്ളുക, നിങ്ങളുടെ സുധിയേട്ടന്റെ പേര് സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, കിച്ചുവിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, കിച്ചു 20 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. ഓക്കെ, നീ തൻ്റെ അടുത്തോടുകൂടി പറയണം, അമ്മേ എനിക്ക് ഈ വീട് നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല എന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷെ എനിക്ക് നഷ്ടപ്പെടാനുണ്ട്. എൻ്റെ ഒരു ഭാവി ജീവിതം, എൻ്റെ വീട്, ഒന്നുമില്ലെങ്കിൽ അച്ഛൻ്റെ പേര്. ഓക്കെ, ഈ പേര് നഷ്ടപ്പെടാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഈ വീട് നഷ്ടപ്പെടലോടുകൂടി അച്ഛന്റെ പേരും കൂടെയാണ് നഷ്ടപ്പെടുന്നുള്ള കാര്യം ഒന്ന് അമ്മച്ചിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. നിങ്ങളെ സഹായിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതൊരു തെറ്റല്ല. കാരണം എന്താണ്, ഒരു പാവമായിട്ട് ഒരാളെ സഹായിക്കുന്നത് ഒരിക്കലും എന്തല്ല തെറ്റായ കാര്യമല്ല, നല്ലൊരു കാര്യമാണ്. പക്ഷെ പിന്നീട് ഈ സഹായം കിട്ടിയ ആൾക്കാരുടെ സ്വഭാവം മാറുന്നത് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ വീട് കിട്ടില്ലായിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയുന്നു, സുധിയുടെ മക്കളുടെ പേരിലാണ് കിട്ടിയത്, അവർ ദൈവം സഹായിക്കട്ടെ എന്നൊക്കെ നിങ്ങൾ പറയുന്നു. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ആ നഷ്ടപ്പെട്ടാൽ അതേ കുട്ടികളെയും കൂട്ടി നിങ്ങൾ എഴുത്തേക്കാണ് പോകേണ്ടത്. നല്ല റോഡ് സൈഡിലൊന്നും കിടക്കാൻ പറ്റില്ലല്ലോ. ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് വീഡിയോ ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. കാരണം കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ കൂടുതൽ വാച്ച് അവേഴ്സ് കിട്ടുകയൊക്കെ ചെയ്താൽ മാത്രമല്ലേ വരുമാനമൊക്കെ നല്ല രൂപത്തിൽ കിട്ടുള്ളൂ. അല്ലാതെ ദിവസം 100-200 രൂപ കിട്ടിയതിനെ കൊണ്ട് നിങ്ങൾക്ക് ആവില്ലല്ലോ. ഏതൊക്കെയോ നമുക്ക് കേട്ടാൽ മനസ്സിലാവും, ചില ആൽബത്തിലൊക്കെ നിങ്ങൾ അഭിനയിക്കുന്ന അങ്ങോട്ടേക്ക് പൈസ കൊടുത്തിട്ടാണെന്നുള്ള കാര്യം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാൻ അറിയില്ല, എവിടെയൊക്കെ കേട്ടതാണ്, അല്ലാണ്ട് എനിക്ക് അതിന് തെളിയിക്കാൻ യാതൊരു പ്രൂഫും ഇല്ല. പക്ഷെ ഞാൻ പറയുന്നു, അങ്ങനെ അങ്ങോട്ടേക്ക് പൈസ കൊടുത്ത് അഭിനയിച്ച് നിങ്ങൾക്കൊരു ഫെയിം ആയതിനു ശേഷം നിങ്ങൾക്ക് വരുമാനം എന്തായാലും ഇങ്ങോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതെങ്ങനെയാണ് നിങ്ങൾക്ക് പിന്നീട് എവിടെയും
ഇപ്പോൾ കാണുന്ന ഈ ഫെയിം പോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടേക്ക് അടുത്ത ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ വീട് നഷ്ടപ്പെടലോടുകൂടി നിങ്ങളുടെ പേരിന്റെ വാലറ്റത്തുള്ള സുധിയുടെ പേരും കൂടിയാണ് നഷ്ടപ്പെടുന്നുള്ള കാര്യം ഓർക്കുക. സുധിയെ വിചാരിച്ചെങ്കിലും, സുധിയേട്ടനെ വിചാരിച്ചെങ്കിലും നിങ്ങളൊന്ന് ഒരു പൊടിക്കടങ്ങുക. അച്ഛനെ പറയുന്നത് ഒന്ന് നിർത്തുക. അതോടൊപ്പം തന്നെ അച്ഛന്റെ പേര് മാത്രമല്ല, നിങ്ങളെ സഹായിച്ച ആൾക്കാരെ, ആ കുട്ടികൾക്ക്, നിങ്ങൾക്കല്ല, ആ കുട്ടികൾക്ക് വീട് നൽകിയ ആൾക്കാരെ, അതിന് പണിയെടുത്ത ആൾക്കാരെ കുറ്റം പറയുന്ന പരിപാടി നിർത്തുക. എന്നാലും ഒന്ന് സമാധാനം ഇരിക്കുക. നിങ്ങൾ ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടുമ്പോഴാണ് മൊത്തത്തിൽ വഷളായി മാറുന്നത്. അങ്ങനെയുള്ള കൂട്ടുകാരെ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. നിങ്ങൾ അങ്ങനെയുള്ള കൂട്ടുകാരെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളേതുള്ള വരുമാനവും പ്രശസ്തിയും ആൾക്കാരുടെ ശ്രദ്ധയും നഷ്ടപ്പെടലോടുകൂടി അവർ നിങ്ങൾ ഒഴിവാക്കി പോകും. ഞാൻ ഒന്നും കൂടി പറയാണ്, നിങ്ങൾ അങ്ങനെയുള്ള ചാനലുകാരെ ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് നിങ്ങളെ ഒഴിവാക്കി പോകും. തീർച്ചയാണ്, ഇത് എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ ഒരുപാട് കാലമായി സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കാണുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രശ്നേഷിൽ പച്ച വീട്ടിൽ പ്രശ്നേഷ് പുള്ളിക്കാരനെ ഓർക്കുക. പുള്ളിക്കാരന്റെ ജീവിത രീതി ഒന്ന് ഓർത്തു നോക്കുക. എങ്ങനെയായിരുന്നു ആദ്യം? കൊറോണ കാലത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്ക്രീനിലേ ഇല്ല, എവിടെയും ഇല്ല. ഇപ്പൊ ആളുടെ ജീവിത രീതി എങ്ങനെയാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അതുപോലെ നിങ്ങൾ ആവാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കിച്ചു മോനെ, നിനക്കൊരു ഭാവിയുള്ളതാണ്, ജീവിതമുള്ളതാണ്, മുന്നോട്ടേക്ക് ഇനി ഒരുപാട് കാലമുണ്ട്. ഓക്കെ, അപ്പോ ഒരു വീട് ഫസ്റ്റ് വന്ന ഒരു വീട് നഷ്ടപ്പെട്ടു എന്ന് വന്നാൽ ഓക്കെ, പിന്നീട് അങ്ങോട്ടേക്ക് ഭയങ്കര ബോറായിരിക്കും ജീവിതം. അപ്പൊ ഒന്ന് ശ്രദ്ധിക്ക്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.